ഏജൻസി അല്ലേ? അതെ, ഏജൻസിയാണ്. ഗ്യാസ് വന്നില്ല കേട്ടോ. ഗ്യാസ് വന്നിട്ടില്ലെന്നാ? ഗ്യാസ് വന്നില്ല. ഒരു കാര്യം ചെയ്, നിന്റെ കയ്യിൽ സോഡ ഇരിപ്പുണ്ടാടേ? ഉണ്ടല്ലോ. അത് പൊട്ടിച്ചാൻ കുടിച്ചാണ്. ഇപ്പൊ ഗ്യാസ് വന്നാടേ? വന്നല്ലോ. വെച്ചിട്ട് പോടേ. പ്രോഗ്രാം ഏജൻസിയിലാണ് ഓരോരുത്തന്മാര് ഗ്യാസ് എന്ന് പറഞ്ഞിരുന്ന് വിളിക്കണത്. മുതലാളി വന്നായിരുന്ന ഞാൻ നിന്റെ കൂടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്റെ സമിതിയിൽ വർക്ക് ചെയ്യുമ്പം ആദ്യം വേണ്ടത് ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ആണെന്ന്. ആദ്യം പറഞ്ഞ റെഡിയാക്കാം, രണ്ടാമത് എന്നെ കൊണ്ട് പറ്റില്ല. എന്തോന്നു? ആറ്റിച്ചാടാൻ എനിക്ക് വയ്യ. എടാ, ആറ്റിച്ചാടുന്ന കാര്യമല്ല, ആറ്റിറ്റ്യൂഡ്. അതൊക്കെ പോട്ട്. ഇന്നലത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ല. അത്ര സൂപ്പർ ആയിരുന്നാടാ. അതല്ല, ഈ 3 പേരിൽ ഒഴിച്ച് ബാക്കി എല്ലാം അമ്മ തല്ലി ഓടിച്ച്. പിന്നെ നീ ഒരു രക്ഷയില്ലായിരുന്നെന്ന് പറഞ്ഞു? കമ്മിറ്റിക്കാരൊരു രക്ഷയില്ലായിരുന്നു. ഭഗവാനെ, ഞാൻ പോവാത്ത നന്നായി. പിന്നെ എനിക്കൊരു 100 രൂപ കളഞ്ഞു കിട്ടി. ഭാഗ്യവാൻ. പക്ഷെ നിങ്ങൾ ഒരു 2500 രൂപ എനിക്ക് തരണം. അതിന്റെ 2500 രൂപ? കാര്യം 100 രൂപ എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പം എന്റെ മൊബൈൽ പോക്കറ്റിൽ തറവൻ ഡിസ്പ്ലേ പൊട്ടി. അയ്യോ, ഇനി 2500 രൂപ ഉണ്ടെങ്കിൽ അത് മാറാവുള്ളൂ. അത് നിങ്ങൾ തരണം. അത് ഞാൻ തരില്ല. തരാത്ത? നീ ഇന്നലെ അടുക്കളയിൽ എന്തോന്ന് കാണിച്ചു വെച്ചത്? ഞാൻ കാണിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞ ആ പരിപ്പെടുത്ത് കുക്കറിൽ വെക്കാനും 4 വിസിൽ കേൾക്കുമ്പോ ആ കുക്കർ എടുത്ത് പുറത്തു വെക്കണമെന്ന് നിന്നോട് പറഞ്ഞായിരുന്നു. അതുപോലെ ഞാൻ ചെയ്തായിരുന്നല്ലോ. അയ്യോ സാർ, എന്തോ ചെയ്തത്? ഞാൻ എന്റെ ഈ കുക്കർ എടുത്ത് നേരെ ഗ്യാസിന്റെ വണ്ടിയിൽ വെച്ചു. എന്നിട്ട് ഇങ്ങോട്ട് മാറി എന്നിട്ട് 4 വിസിലടിച്ചു, കുക്കറിന് എടുത്ത് താഴെ വെച്ചു. എടാ മഹാഭാവി, നീ വിസിലടിച്ചു കഴിഞ്ഞാൽ അതിൽ കിടക്കണ പരിപ്പ് വേവോ? പരിപ്പ് വേവൂല, പക്ഷെ എന്റെ പണി തീർന്നല്ലോ. ഇങ്ങനെയാണെങ്കിൽ നിന്റെ പരിപ്പ് ഞാൻ ഇളക്കും. പറഞ്ഞങ്ങ് വിടും. നിങ്ങൾക്ക് പാവം കിട്ടും എന്നെ പറഞ്ഞു വിട്ടാ. എനിക്കെന്തിനു പാവം കിട്ടണത്? ഞാൻ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ച് ജീവിക്കണ ഒരുത്തനാണ്. ഈ ഒറ്റപ്പെടലിന്റെ വേദന ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതെപ്പോഴും രാത്രി കക്കൂസി ഇരിക്കുമ്പോ കറണ്ട് അങ്ങ് പോണം. എന്നാ ഒറ്റപ്പെടലാണെന്ന് അറിയാമോ? ഈ രാത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാ. എന്താണ് പ്രശ്നം? ഇവിടെ പ്രേതത്തിന്റെ ശല്യം ഉണ്ട്. ഇവിടെ ഉള്ളത് ഞാൻ ഇന്നലെ കണ്ടെന്ന്. എങ്ങനെ? ഇന്നലെ രാത്രി ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയി ഡോർ തുറന്നതും മൂത്രം ഒഴിക്കാൻ സിമ്പല്ലേ തുറക്കണത്? ഞാൻ പാൻസ് ഇടൂലല്ലേ. അപ്പൊ തുണിയില്ലാതെ എന്റെ അടുത്ത് ചോദ്യം കിടക്കണത്. ഞാൻ ഈ മുണ്ടല്ലേ എടുത്തോണ്ട് കിടക്കണത്. അങ്ങനെ ഞാൻ ഈ മുണ്ടും പൊക്കി പിടിച്ച് ഇങ്ങനെ വന്നടാ. എവിടെ? ഈ ഡോർ തുറക്കണ്ടേ? എടാ, ഈ ഡോർ തുറന്നതും ഭയങ്കര പുകയും തണുപ്പും ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് കത്തണ്. ഞാൻ പേടിച്ച് വിറച്ചുപോടാ. തന്നെ ഇത് എവിടെ പ്രേതത്തെ കണ്ടെവിടെ? ഞാനേ പിന്നെ മൂത്രം ഒഴിക്കേണ്ടി വന്നില്ലടാ. അതും ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങ് പോയി. അയ്യോ, ഇത് എവിടെ പ്രേതത്തെ കണ്ടെവിടെ എന്ന് പറ. ആ മുറിയില്. എവിടെ? ആ മുറിയില്. അപ്പൊ ഇന്നലെ ഫ്രിഡ്ജിന്റെ ഡോർ തുറന്ന് മൂത്രം ഒഴിച്ചല്ലേ? മര്യാദയ്ക്ക് കഴിവ് വൃത്തിയായിട്ട് എന്റെ സ്വഭാവം മാറ്റിക്കല്ലേ. എന്റെ ഫ്രിഡ്ജല്ലേ, ഞാൻ കഴുകിക്കോളാം. നീ ആ 24 പരിപാടി ആരാണ് ബുക്ക് ചെയ്തെന്ന് നോക്കിയാണ്? അയ്യോ, 24 പരിപാടി ഇവിടെ ആരും ബുക്ക് ചെയ്തിട്ടില്ലേ? അടുത്ത മാസം 24-ാമത്തെ പരിപാടി. ആർക്കറിയാം? ആർക്കറിയാന്നാ? ഇവിടെ കിഴങ്ങ് അത് നോക്കി വായിക്കാനല്ലേ ശമ്പളം തന്ന് നിന്നെ ഇവിടെ ഇരുത്തിക്കണത്. അതല്ല, ആർക്കറിയാം? 6 ഇഞ്ചില് കറിയാച്ചേട്ടൻ ബുക്ക് ചെയ്ത പരിപാടി. നമ്മളെ കറിയാച്ചേട്ടന്റെ പരിപാടി അല്ലേ? ഈ കറിയാച്ചേട്ടന്റെ പരിപാടി കഴിയുമ്പം നിന്റെ ശമ്പളത്തിന് 2000 രൂപ ഞാൻ എടുക്കും കേട്ടാ. അതെന്തിന്? നീ കഴിഞ്ഞ ആഴ്ച നമ്മളെ സമിതി വണ്ടിയിൽ എന്തോന്ന് കാണിച്ചു വെച്ചത്? സമിതി വണ്ടി കാണിച്ച വേറെ ഒന്നും കൊണ്ടല്ല. സംഭവം ഭയങ്കര മഴയായിരുന്നു പരിപാടി കഴിഞ്ഞപ്പം. അങ്ങനെ എന്റെ നിക്കർ നനഞ്ഞ്. അങ്ങനെ നിക്കർ ഉണങ്ങാൻ വേണ്ടി വണ്ടിയുടെ ബാക്കിലെ കമ്പിയിൽ കെട്ടി തൂക്കിയിട്ട്. എടാ, അത് AI ക്യാമറയിൽ പിടിച്ച് ഇപ്പൊ വണ്ടിയിൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് 2000 രൂപ പെറ്റിയാണ് വന്നത്. നീ തന്നെ അടയ്ക്കണം. 50 രൂപ നിക്കറിന് 2000 രൂപ ഫൈനാ. നിനക്ക് നിക്കർ, അവർക്ക് സ്റ്റിക്കർ ആണത്. 2000 നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിക്കും. ഇതെപ്പോ തീരുമാനിച്ചു? സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ നല്ല നല്ല തീരുമാനങ്ങൾ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഞാൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തീരുമാനമൊക്കെ എടുക്കണം. സാർ എന്തോ തീരുമാനം എടുത്ത്? സംഭവം ഞാൻ ബീവറേജ് ചെന്ന ഒരു കുപ്പി എടുക്കുക, ഒരു ബ്രാൻഡിന്റെ പേര് പറയും. അപ്പൊ അവര് പറയും അത് ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ അടുത്ത ബ്രാൻഡിന്റെ പേര് പറഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിലാണ് സാധനം മാറ്റി വീട്ടി പറഞ്ഞത്. ഇതാണാ തീരുമാനം? നീ വെറും കിഴങ്ങനല്ല, നീ മരക്കിഴങ്ങനാണ്. അയ്യോ, എനിക്ക് സ്വന്തമായിട്ട് ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ജോലി? അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കളിയാക്കണത്. നിനക്ക് എന്തോ ജോലി ഉണ്ടായിരുന്നു? സ്ക്രൂ ഡ്രൈവർ അല്ല, സ്കൂൾ ബസിന്റെ ഡ്രൈവർ. അത് കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണത്. അത് ശരി. എന്റെ സാറ് പറഞ്ഞ് കേട്ടിരുന്നെങ്കിലേ എനിക്ക് ഇന്നീ ഗതി വരൂലായിരുന്നു. നിന്റെ സാർ എന്തോന്ന് പറഞ്ഞത്? അതല്ലേ പറഞ്ഞ് കേട്ടില്ലെന്ന്. കേട്ടെങ്കിൽ ഗതി വരൂലെന്ന് പറഞ്ഞില്ല. നീ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ഒന്ന് ടൂറൊക്കെ പോകുമ്പോ എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാവോടാ. ടൂർ പോയിട്ട് എത്ര ദിവസം അറിയാമോ? ടൂർ പോയിട്ട് എത്ര ദിവസമായിരുന്നല്ലേ? ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ ടൂർ പോകാതിരിക്കണേട്ടാ നല്ലത്. കാരണം ഈ ടൂർ പോണതും ലൂസ് മോഷനും ഒരേ കണക്കാണ്. അങ്ങോട്ട് പോകുമ്പോ അടിച്ച് പൊളിച്ച് ഇടിച്ച് മുഴക്കിയൊക്കെ അങ്ങ് പോകും. പക്ഷെ തിരിച്ചു വരുമ്പോഴാ ഭയങ്കര ക്ഷീണവും ബഹളവും. പിന്നെ വേറൊരു കേസുണ്ട്. ഇപ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പരിപാടികൾ ഇങ്ങനെ പിടിച്ചു പോകും കേട്ടോ. എനിക്ക് തോന്നുന്നില്ല. എന്ത് കാര്യം? നിങ്ങൾ ഗ്യാപ്പിട്ടല്ലേ പരിപാടി കൊടുക്കണത്. എങ്ങനെ ഗ്യാപ്പിടാതിരിക്കും? നീയൊക്കെയല്ലേ നാടകം കളിക്കണത്. നമ്മൾ നാടകം കളിക്കുന്നു, അത് പൊളിയുന്നു, കമ്മിറ്റിക്കാർ തല്ലുന്നു, നമ്മൾ നേരെ ആശുപത്രിയിലാവുന്നു. പിന്നെ അവിടുത്തെ ഒരു ഗ്യാപ്പ് നോക്കിയില്ലേ അടുത്ത പരിപാടി കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ട്. പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹം ഉണ്ടോ? എന്താണ്? നമ്മളിങ്ങനെ പരിപാടിയൊക്കെ കളിക്കുന്ന പൈസയൊക്കെ കൂട്ടി വെച്ച് നമ്മളെ സമിതിക്ക് സ്വന്തമായിട്ടൊരു ടെമ്പോ ട്രാവലർ വേണം. എന്റെ കണക്കൂട്ടല് ടെമ്പോ അല്ല നമുക്ക് വേണ്ടത്. പിന്നെ ഒരു ആംബുലൻസ്. ആക്കണാടാ? അല്ല, ഞാൻ പറഞ്ഞത് നീ ആക്കണ. അല്ല, എന്റെ കൂട്ടുകാർ വന്നിട്ട് നിങ്ങൾ പരിപാടി കൊടുത്തില്ലല്ലോ. അത് വേണ്ടാന്ന് വെച്ചു. വേണ്ട, ഞാൻ ഒരു കാര്യം പറയാം.
പരിപാടി വരുമ്പോ വേണ്ടെന്ന് വെക്കല്ലേ. ഇത് ആ. നീ പോയി ആ കമ്മറ്റിക്കാരോട് പറയണം. എന്ത്? ഞാനല്ല വേണ്ടെന്ന് വെച്ചത്, അവന്മാരാണ് വേണ്ടെന്ന് വെച്ചത്. അത് ശരി. എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ല. നീ നോക്കിക്കോ, ആ. കളത്തിലിറങ്ങി കളിച്ച് ഞാൻ പരിപാടി പിടിക്കും. ആര് പറഞ്ഞു കുളത്തി ഇറങ്ങി കുളിച്ച പരിപാടി കിട്ടുന്നു? കുളത്തി ഇറങ്ങണ കാര്യമല്ല, പിന്നെ? നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പരിപാടി പിടിക്കുന്നു. അങ്ങനെ നിനക്കെന്താ എന്നെ ഒരു വിശ്വാസമില്ലാത്ത? വിശ്വാസക്കുറവുണ്ട്. നിനക്ക് 100 പരിപാടി വന്നാ പോരെ? എനിക്ക് തോന്നില്ല. തോന്നുന്നില്ലേ? ആ. അങ്ങനെ ടോസ് ഇട്ട് നോക്കിയാലോ? നോക്കാം. നിനക്ക് ഹെഡ് വേണോ ടെയില് വേണോ? അയ്യോ എനിക്ക് ടൈല് മതി കേട്ടാ. ബാത്റൂമിന്റെ പണി നടക്കേണ്ട. 24 മണിക്കൂറും ബാത്റൂമിന്റെ കാര്യം ആലോചിച്ചോണ്ട് നിന്നോടാ നീ. പിന്നെ ഞാൻ എന്തിനും ചെയ്ത് ജീവിക്കട്ടെ. നിങ്ങൾ എനിക്ക് ശമ്പളം തരൂല, ഡയലോഗും തരൂല. ആ ഡയലോഗ് എങ്ങനെ തരും? അതിന് കഴിവുണ്ടേ. എനിക്ക് നല്ല കഴിവാണല്ലോ. എന്തോന്നും ഇവിടെ പാത്രം കഴിവണ ആരാണ്? ഇവിടെ പാത്രം കഴിവണ കഴിവിന്റെ കാര്യമല്ല. പിന്നെ? നമുക്ക് ഈ ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആവേശമൊക്കെ വേണ്ടടാ. എനിക്ക് ഭയങ്കര ആവേശമാണ്. എനിക്കറിയാം, കമ്മറ്റിക്കാർ ഫുഡ് കൊണ്ടുവരുമ്പോ നിന്റെ ആവേശം ആക്രാന്തം എനിക്കറിയാം. അത് ഞാൻ ആസ്വദിച്ച് കഴിക്കണല്ലേ. ഭഗവാനെ, ഒലച്ചോറ് ആസ്വദിച്ച് കഴിക്കണ ഒരുത്തനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് നടത്തുന്നതുകൊണ്ടാണ് ഇവിടെ വിഷയങ്ങൾ നടക്കണം. എന്തോന്ന് പ്രോഗ്രാം ഏജൻസി നാടകം കൂടെ ഒരുമിച്ച് നടത്തുന്നു? അതാണ് വിഷയം നടക്കുന്നത്. ഒരു വിഷയമില്ലടാ, നല്ല സ്മൂത്ത് ആയിട്ട് പോവേടാ. വിഷയമുണ്ട്. എന്തോ വിഷയം? സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ കല്യാണ വീട്ടുകാർ DJ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു. മരണ വീട്ടുകാർ രാമായണ പാരായണം ബുക്ക് ചെയ്യാൻ വന്നായിരുന്നു. ഞാൻ ബുക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാ? ഓ. പിന്നെ എന്തോ നീ കല്യാണ വീട്ടിൽ രാമായണ പാരായണം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ മരണ വീട്ടിൽ DJ നടക്കണം. അയ്യോ, ഇനിയിപ്പോ എന്തോ നീ? DJ ലൈറ്റ് എവിടെയാ കെട്ടി തൂക്കിയിരിക്കണം? എവിടെ? ഡെഡ് ബോഡിയുടെ മണ്ടയില്. അയ്യോ, ഇനിയിപ്പോ എന്തോ നീ? അവരെന്നെ വിളിച്ച് പറഞ്ഞു തരുന്ന ഫയർ ഡാൻസ് വേണമെന്നാണ് പറഞ്ഞത്. ഡാൻസ് നമ്മളതിലുണ്ട്, പക്ഷെ ഫയർ നമ്മളില്ലടാ. അയ്യോ, അതൊന്നും പേടിക്കില്ല. ഡാൻസ് ഓക്കെ ആണോ? ഡാൻസ് ഓക്കെ, ഡബിൾ ഓക്കെ ആണല്ലോ. ഓക്കെ. ഫയർ ആ വിറവുള്ളി എടുത്തോണ്ട് വരും. ആ തീക്കൊള്ളി ഏറ്റ് നിങ്ങളെ മൊത്തത്തിൽ കത്തിക്കുമെന്നാണ് തോന്നുന്നത്. എന്നെ കത്തിക്കുന്നു? അതെന്തിന്? അതെന്തിനെന്ന് വെച്ചാൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തോന്ന് കേട്ട്? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, എല്ലാവരും ഒന്ന് ചെയ്തോളൂ. അയ്യോ.